അടുത്തായിട്ട് നമുക്ക് പഠിക്കാം. ചെറുകുടലിൻ്റെ ആരംഭത്തിൽ സി ആകൃതിയിലുള്ള ഭാഗമാണ് ഡുവോഡിനം. ഇത് പൈലോറസിൻ്റെ തുടർച്ചയാണ്. ജലം, മ്യൂക്കോപ്രോട്ടീനുകൾ, ഹൈഡ്രജൻ കാർബണേറ്റ് അയോണുകൾ എന്നിവ അടങ്ങിയ ആസിഡ് സ്രവമാണ് സക്കസ് എൻഡറിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജലം, മ്യൂക്കോപ്രോട്ടീനുകൾ, ഹൈഡ്രജൻ കാർബണേറ്റ് അയോണുകൾ എന്നിവ അടങ്ങിയ ആസിഡ് സ്രവമാണ് സക്കസ് എൻഡറിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡുവോഡിനത്തിൻ്റെ ഭിത്തിയിലെ ഗ്രന്ഥികളാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ദഹന പ്രവർത്തനത്തെ സഹായിക്കുന്നവയാണ് ഡൈജസ്റ്റീവ് എൻസൈമുകൾ അഥവാ ദഹനരാസാഗ്നികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് ടയലിൻ. മനുഷ്യരിൽ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്. ആരോഗ്യമുള്ള ഒരു മനുഷ്യനിൽ ഒരു ദിവസം ഏകദേശം 1 മുതൽ 1.5 ലിറ്റർ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ദഹനപ്രക്രിയ ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ്. ഉമിനീരിലെ രാസാഗ്നികളാണ് ഇതിന് സഹായിക്കുന്നത്. ഭക്ഷണത്തെ അന്നനാളത്തിലൂടെ കടത്തിവിടുന്ന ചലനത്തെ പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. അന്നനാളത്തിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് കടക്കാതെ സൂക്ഷിക്കുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ്. ആഗ്നേയ രസത്തിലെ രാസാഗ്നികളാണ് അമിലേസ്, ലിപ്പേസ്, ട്രിപ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗമായ അവയവമാണ് വൻകുടൽ. മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനകത്ത് ദഹനത്തിന് സഹായിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തിന് സഹായിക്കുന്ന ആമാശയത്തിലെ ഒരു എൻസൈമാണ് പെപ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കും.